അപ്പം നമ്മുടെ കറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് വറുത്തരച്ച കറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞണ്ടൊക്കെ വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ ഞണ്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ജസ്റ്റ് ഇതിന് വേണ്ടി മാത്രം ഒരു മുളക് പൊടി ഇട്ടു. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇടാനുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുകയാണ്. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഞണ്ടൊരു 3/4 കിലോ ഉണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇടാനുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓൾറെഡി ഈ ചട്ടിയിൽ നല്ല ചൂടുണ്ട്. അപ്പം ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞണ്ട് ഇതാ വെന്തോണ്ടിരിക്കുവാണ്. 10-15 മിനിറ്റ് വെന്താൽ തന്നെ ഞണ്ട് നന്നായിട്ട് വേവും. അപ്പം നമ്മളിവിടെ ഞണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2 തക്കാളി, ഒരു 10-20 ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു സവാള, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് പെരുംജീരകം കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. കറിവേപ്പില, പച്ചമുളക്, കുറച്ച് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും സവോള ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുമാണ് ഇടുന്നത്. നമുക്ക് തക്കാളിയും കൂടി ഇടാനുണ്ട്, അപ്പം അതിനും കൂടി ഇച്ചിരി ഉപ്പിട്ടാൽ മതി. എല്ലാത്തിനും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം കുറച്ച് മതി. ഇനി നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ തക്കാളി. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഇടാം. ഇത് വെള്ളവും ചേർത്തിട്ടില്ല, ഇതിൽ എണ്ണ തനിയെ വന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ ഞണ്ടുകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂടി വെക്കാം. അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. നല്ല ടേസ്റ്റി കറിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.